പ്രിലിംസ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മുന്നത്തെ സക്സസ് ഹിസ്റ്ററി നോക്കി. ഉം. അപ്പൊ മെന്ററിന് മുന്നത്തെ ഫസ്റ്റ് KS എക്സാമിൽ ഒരുപാട് വിന്നേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റി. ഉം. അപ്പോൾ മെന്ററിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രിലിംസ് കഴിഞ്ഞ് ഓൺലൈൻ കോച്ചിങ് മെന്ററിന്റെ തന്നെ അഡ്മിഷൻ എടുത്തു. ഉം. അങ്ങനെയാണ് ക്ലാസ്സുകൾ കേട്ടു തുടങ്ങി. അപ്പൊ ഒപ്പം തന്നെ വലിയൊരു ബെനിഫിറ്റ് ആയിരുന്നു ക്ലാസ്സിൽ തന്നെ ആൻസർ റൈറ്റിംഗ് ചെയ്യിപ്പിച്ചത്, ക്ലാസ് ഡിസ്കഷൻസും. ഈ ആൻസർ റൈറ്റിംഗിന്റെ എല്ലാ ഒരു ക്രെഡിറ്റും മെന്ററിനുള്ളത് തന്നെയാണ്. ഉം. കാരണം എനിക്ക് കുറച്ച് കണ്ടന്റ് അറിയാന്നല്ലാണ്ട് എങ്ങനെ അത് പ്രസന്റ് ചെയ്യണം, സ്ട്രക്ചേർഡ് ആയിട്ട് അവതരിപ്പിക്കണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് ആ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് ഞാൻ എത്തിയത്. ആദ്യം എഴുതുന്ന ആൻസേഴ്സ് അത്ര നല്ലതായിരുന്നില്ല. അതില് കുറെ അധികം പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം അത് കറക്റ്റ് ചെയ്ത് തന്നതും ക്ലാസ്സിലെ ഡിസ്കഷൻസും. അപ്പൊ ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ തന്ന ആൻസർ പോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ മെന്റർ നോക്കി അല്ലെങ്കിൽ ആ സെഷൻ എടുക്കുന്ന ആള് നോക്കി കറക്റ്റ് ചെയ്ത് തന്നപ്പോഴത്തേനും നമ്മൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ സ്ലോ പ്രോഗ്രസ് ആയിരുന്നു. മെയിൻസ് ആൻസർ റൈറ്റിംഗിലേക്ക് ഇത്ര ഇമ്പ്രൂവ്മെന്റ് വരാനുള്ള കാരണം മെന്ററാണ്. ക്ലാസ് ഡിസ്കഷൻസും പിന്നെ കണ്ടക്ട് ചെയ്ത ടെസ്റ്റ് സീരീസും മെന്റർഷിപ്പും എല്ലാം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ക്ലാസ്സിലും ക്വസ്റ്റ്യൻസ് എഴുതി പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ റിവ്യൂ എടുക്കും, അതിനനുസരിച്ച് കറക്ഷൻ വരുത്തും. ടെസ്റ്റ് സീരീസ് ഓൾമോസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതില് ഹന്ന മാം, ടെസ്റ്റ് മാം ഇവരായിരുന്നു എൻ്റെ ഗൈഡ്സ്. അവര് കറക്ഷൻസ് പറയും, അതിനനുസരിച്ച് ഞാൻ ചേഞ്ചുകൾ വരുത്തി. അങ്ങനെ മെല്ലെ റിഫൈൻ ചെയ്തു വന്നു. ആൻസറുകൾ ഇമ്പ്രൂവ് ചെയ്തു. ഉം. ഇപ്പൊ കണ്ടന്റ് വായിക്കുമ്പോഴും ഞാൻ അതിനനുസരിച്ച് ഫോക്കസ് ചെയ്യാനും തുടങ്ങി. മെന്ററിന്റെ ഒരു ഗൈഡൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.